ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരൊറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് തൂക്കം കാണാൻ പോകാമെന്ന്. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ആ ഉറക്കപ്പിച്ചിൽ ജസ്റ്റ് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് ഞാൻ എന്താ വന്ന് നിൽക്കണത് വേറെ ആരെയും കാത്തല്ല, മാതാശ്രീനെ കാത്താണ്. സാധാരണ ഞാൻ എവിടെയെങ്കിലും പോവാ വരുന്നോന്ന് ചോദിച്ചാൽ വരത്തില്ല. അപ്പം ഇന്നിപ്പോൾ എന്തോ വരുന്നെന്ന് പറഞ്ഞ് അങ്ങനെതാ പാട്ടും പാടി പോകണുണ്ട്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കക്ഷീണമുണ്ട്. പൊങ്കാലയുടെ തലേ ദിവസം ഞാൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി എന്നായിരുന്നു. പിന്നെ അതാ അവിടെ പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഹെൽമെറ്റ് കയ്യിൽ കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞു തലയിൽ വെക്കാമെങ്കിൽ കൊണ്ടുപോകാം എന്നും പറഞ്ഞിട്ടാണ് പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിയത്. ഏകദേശം വണ്ടിത്തടം കഴിഞ്ഞ് ആ ഒരു പാച്ചലൂരിൻ ജംഗ്ഷന് മുന്നേയുള്ള വളവെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല റഷ് ഉണ്ടെന്ന്. കാരണം അവിടം വരെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടിയ ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി പാർക്ക് ചെയ്തു. പക്ഷെ താക്കോൽ എടുക്കാതെ കുറേ ദൂരം പോയി. പിന്നെയാണ് ഞാൻ വന്ന് വണ്ടി ഓഫ് ചെയ്ത് താക്കോലും എടുത്തതും. അങ്ങനെ നല്ല റഷ് എന്ന് പറഞ്ഞാൽ തട്ടിയും മുട്ടിയും നടക്കാൻ പോലും വയ്യ. ആ തട്ടിയും മുട്ടിയും പോണതിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്ക് തന്നെ പിന്നീട് ഇങ്ങനെ വേണ്ട, മര്യാദയ്ക്ക് എങ്ങനെയും നടന്ന് അമ്പലത്തിലെത്താം നോക്കാം എന്നൊരു മൈൻഡ് വന്നു. അങ്ങനെ തട്ടിയും മുട്ടിയും എങ്ങനെയൊക്കെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ട് ഇറങ്ങിയില്ല. ഞാൻ അമ്പലത്തിലോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട ഇവിടെ നിന്ന് കാണാമെന്ന് പറയാം. എൻ്റെ അമ്മയാണെങ്കിൽ കൊണ്ടുപോയ ചടങ്ങാണ്. എന്നിട്ട് ഒരു 2-3 തൂക്കം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയണം വീട്ടിൽ പോകാമെന്ന്. ഞാനാണെങ്കിൽ എന്തിന് പിന്നെ വന്നത്. ഞാൻ എന്നിട്ട് പറഞ്ഞ അമ്മയെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ വീണ്ടും ഇങ്ങ് വരുമെന്ന് പറയാം. അപ്പോൾ പറഞ്ഞു ആഹാ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. കുറച്ച് നേരമായിട്ട് എൻ്റെ അടുത്ത് ചായ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച അങ്ങനെയെങ്കിലും കുറച്ച് സമയം ഇവിടെ നിൽക്കുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ചായ കുടിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചായയുടെ ആവശ്യമില്ലായിരുന്നു. അമ്മ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അമ്മ മേടിച്ചോ. ഞാൻ അപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെയർ ഉണ്ട്, അതിൽ കയറി ഞാനങ്ങിരുന്ന്. അന്നേരത്തേക്കും കോളിഫ്ലവർ ഫ്രൈ ഒക്കെ മേടിച്ചോണ്ട് വന്നു. എന്നോട് ഇത് വേണമെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഭയങ്കര ഷോ ആയിരുന്നു. പക്ഷേ ആ കോളിഫ്ലവർ ഫ്രൈ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പിന്നെ അതാ വീണ്ടും പുറത്ത് ഇറങ്ങി വീട്ടിൽ പോകാമെന്നും പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇവിടെ പിടിച്ചോണ്ട് ഇരുത്തിയിരിക്കുകയാണ്. കടലേക്ക് മേടിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് കഴിക്കണമുണ്ട്. ഞാനാണെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കണം. വാരണവരെ പോണവരൊക്കെ എന്നെ നോക്കി ചിരിക്കണം. ഞാനും തിരിച്ച് ചിരിച്ചു. പണ്ടൊക്കെ ആണെങ്കിൽ തൂക്കത്തിന് പോണത് ഈ കരിമ്പ് ലക്ഷ്യമൊക്കെയാണ്. പക്ഷെ ഇപ്പം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, മൈഗ്രെയിൻ ട്രിഗർ ആവും. തിരിച്ച് പോണ വഴിക്ക് എൻ്റെ അമ്മയാണെങ്കിൽ വാലറ്റൊക്കെ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയതാണോ എങ്ങനെയോ താഴെ പോയി. അതൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ എനിവേസ് അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.